നമസ്കാരം, സിറ്റിയോസിലേക്ക് സ്വാഗതം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി കണ്ണൂർ കലക്ട്രേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ 16 കേസുകൾ പരിഗണിച്ചു. കണ്ണൂർ ജില്ലയിലെ 13, കാസർഗോഡ് ജില്ലയിലെ 3 കേസുകളാണ് പരിഗണിച്ചത്. കാസർഗോഡ് ജില്ലയിലെ 1 ഉൾപ്പെടെ 6 കേസുകൾ തീർപ്പാക്കി. സിറ്റിംഗിൽ വന്നിട്ടുള്ളത് അതിൽ 3 കേസ് കാസർഗോഡാണ്. കാസർഗോഡ് ഒരു കേസടക്കം 6 കേസുകൾ ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് കാസർഗോഡ് ശ്രീമതി ഫാത്തിമത്ത് സംസീനയുടെ കേസാണ്. വീടും ഭൂമിയും ഇല്ല, അതുകൊണ്ട് അവർക്ക് വീടും ഭൂമിയും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമേ നൽകിയ കേസാണ്. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 6 മാസത്തിനുള്ളിൽ അവർക്ക് വീട് കൊടുക്കാമെന്ന് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി. മറ്റൊരു കേസ് കെ വി ഷംസുദ്ദീൻ അവരുടെ എന്നയാൾ തന്നിട്ടുള്ളതാണ്. അതായത് ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് പോസ്റ്റ് അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ഒരു കുട്ടികൾ ആവശ്യത്തിനുണ്ട്, പക്ഷേ അവിടെ ഒരു ഡിവിഷൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആ കേസ് ഇപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറി തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ചട്ടുകപ്പാറ സ്കൂളിൽ ഒരു ഡിവിഷൻ അധികമായി അനുവദിച്ചു. അപ്പോൾ ആ കേസും അതുകൊണ്ട് തീർപ്പാക്കി. മറ്റൊന്ന് സ്ഥലവും വീടും അനുവദിക്കണമെന്ന കാസർഗോഡ് പെർഡാല ചെടേക്കാൽ ഹൗസിലെ കെ.എം. ഫാത്തിമത്ത് സംസീനയുടെ പരാതി പരിഗണിച്ച് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥലവും വീടും 6 മാസത്തിനകം അനുവദിക്കാമെന്ന് കാസർഗോഡ് തഹസിൽദാർ അറിയിച്ചു. കാറ്റഗറി നമ്പർ 199/2016 HSA അറബിക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കോവിഡ് കാലത്ത് 2021 നവംബർ 3 അവസാനിച്ചതിനാൽ നിയമനം ലഭിച്ചില്ലെന്നും നിലവിലെ ഒഴിവുകളിലേക്ക് പ്രസ്തുത ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്നുള്ള ഏച്ചൂരിലെ ടി.എം. ജാസ്മിന്റെ പരാതി കമ്മീഷൻ കേരള PSCക്ക് കൈമാറി. ചട്ടുകപ്പാറ GHSS ഫുൾ ടൈം ജൂനിയർ അറബിക് തസ്തിക അനുവദിക്കണമെന്ന പരാതിയിൽ അധിക തസ്തിക അനുവദിക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം പരിഹരിക്കപ്പെട്ടതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് DDE കമ്മീഷനെ അറിയിച്ചു. 2023-24 വർഷം 4 അധിക തസ്തിക അനുവദിച്ചതിൽ LG അറബിക് തസ്തിക കൂടി ഉൾപ്പെട്ടതായി DDE വ്യക്തമാക്കി.